Welcome to my YouTube online class Vision Academy. Separation of substances, chapter 5 in class 6 NCERT science book. അത് വേഗം നമുക്ക് നോക്കാം. ഒരു സബ്സ്റ്റൻസിൻ്റെ സെപ്പറേഷൻ ഒന്നിൽ നിന്നും ഒന്നിലോട്ടുള്ള സെപ്പറേഷനാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്, സെപ്പറേഷൻ ടീ ലീവ്സ് വിത്ത് എ സ്ട്രെയിനർ, ബട്ടർ ഈസ് ടേക്കൺ ഔട്ട് ബൈ churning milk or curd. അപ്പോൾ അതൊക്കെയാണ് സെപ്പറേഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. വൈ ഡു വി സെപ്പറേറ്റ് സബ്സ്റ്റൻസസ്? അതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. സെപ്പറേഷൻ പ്രോസസ്, പർപ്പസ് ഫോർ വിച്ച് വി ഡു ദ സെപ്പറേഷൻ, വാട്ട് ഡു വി ഡു വിത്ത് ദ സെപ്പറേറ്റഡ് കോമ്പോണൻറ്റ്സ്, സെപ്പറേറ്റ് സ്റ്റോൺസ് ഫ്രം റൈസ് ടു സെപ്പറേറ്റ് ടു ഡിഫറെൻറ്റ് ബട്ട് യൂസ്ഫുൾ കോമ്പോണൻറ്റ്സ്. ഓക്കെ, എന്തിനാണ് അതിൻ്റെ പർപ്പസ് എന്താണ്? ഇനി what do we do with the separated components? We throw away the solid component. So just ഒരു എക്സാമ്പിൾ ഇത് ക്ലാസ് 6th NCERT ആണ് നോക്കണം. മേ ബി നമുക്കത് ഈസിയായി തോന്നുമായിരിക്കാം, പക്ഷേ NCERTs we have to follow must. And method of the substances to be separated may be particles of different sizes of materials. These may be in any three states of matter, either solid, liquid or gas. And methods of separation എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. First one is hand picking, threshing, winnowing, sieving, and sedimentation, decantation and filtration, evaporation. ഓക്കെ, അപ്പോൾ അത്രയാണ് സെപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹാൻഡ് പിക്കിംഗ്. ഇപ്പോൾ ഇതിൽ ഹാൻഡ് പിക്കിംഗ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രെയിൻസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അരിയുടെ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോൺസ് ആ ഗ്രെയിൻസിലെങ്കിൽ നെല്ലിൽ നിന്നും സ്റ്റോൺസ് മാറ്റുക, അത് നമ്മൾ കൈ കൊണ്ടാണ് മാറ്റുന്നത്. സോ ദ മെത്തേഡ് ഓഫ് ഹാൻഡ് പിക്കിംഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് സ്ലൈറ്റ്ലി ലാർജർ സൈസ്ഡ് ഇംപ്യൂരിറ്റീസ്. ലാർജർ സൈസ്ഡ് ഇംപ്യൂരിറ്റീസ് ആണ് ഹാൻഡ് പിക്കിംഗ് കൊണ്ട് നമുക്ക് പോസിബിൾ ആവുന്നത്. ലൈക്ക് പീസസ് ഓഫ് ഡേർട്ട്, സ്റ്റോൺ, ഹസ്ക് ഫ്രം വീറ്റ്, റൈസ് ഓർ പൾസസ്. And next is threshing. Threshing പറഞ്ഞാൽ the process that is used to separate grains from stalks. അതാണ് threshing. In this process, the stalks are beaten to free the grain seeds. നമ്മൾ വയലുകളൊക്കെ നോക്കുന്ന സമയത്ത് നെല്ലിൻ്റെ ഒരു കുറച്ച് നെല്ലെടുത്തിട്ട് നമ്മൾ അടിച്ചിട്ട് അത് സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. That the process is called as threshing. The stalks are beaten ചെയ്തിട്ട് ആ ഗ്രെയിൻ സീഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത്. Next is winnowing. Winnowing പറഞ്ഞാൽ this method of separating components of mixture is called winnowing. ഇങ്ങനെ ചല്ലട വെച്ച് നമ്മൾ അരിക്കില്ലേ, അതിനെയാണ് ഡയറക്ഷൻ ഓഫ് ദ എയറിൻ്റെ അനുസരിച്ച് ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ചാലിക്കുന്ന പോലെ, ദാറ്റ് ഈസ് winnowing. Winnowing is used to separate heavier and lighter components of mixture by wind or by blowing air. This method is commonly used by farmers to separate lighter husk particles from heavier seeds of grain. അപ്പോൾ ഈ കാറ്റിൻ്റെ ശക്തി കാരണം ലൈറ്റർ പാർട്ടിക്കിൾസ് ഈസി ടു ബ്ലോ അപ്പ് ആണ്, അത് വേഗം തന്നെ കാറ്റത്ത് പറന്നു പോകും. അതാണ് വിനോയിങ്. സീവിങ്, സംടൈംസ് അത് വി മേ വിഷ് ടു പ്രിപ്പയർ എ ഡിഷ് വിത്ത് ഫ്ലോർ. എക്സ്ട്രാ ആക്ടിവിറ്റിയാണ്, ഇത് സ്കിപ്പ് ഔട്ട് ചെയ്യാം. സീവിങ് നമ്മൾ ഈ കോൺട്രാക്റ്റ് പണിയിലും നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത് സീവ് ചെയ്യുന്നുണ്ട്. നല്ല ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് ഈവൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് സീവ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് പാർട്ടിക്കിൾസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കളയാം. ദാറ്റ് ഈസ് സീവിങ്. അതുപോലെ പെബിൾസ് ആൻഡ് സ്റ്റോൺസ് ആർ റിമൂവ്ഡ് ഫ്രം സാൻഡ് ബൈ സീവിങ്. നെക്സ്റ്റ് ഈസ് സെഡിമെൻറ്റേഷൻ, ഡീകാൻറ്റേഷൻ ആൻഡ് ഫിൽട്രേഷൻ. Sedimentation means when the heavier component in a mixture settles after water is added to it. This process is called sedimentation. അതായത് ഹെവിയർ കോമ്പോണൻറ്റ് താഴോട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഹെവിയർ കോമ്പോണൻറ്റ് സെറ്റിൽ ചെയ്ത് കിടക്കും, സെഡിമെൻറ്റ് ചെയ്ത് കിടക്കും. ഇപ്പോൾ നമ്മൾ പുഴയിലൊക്കെ സ്റ്റോൺസ് ഒക്കെ സെഡിമെൻറ്റ് ചെയ്ത് താഴെയാണ് കിടക്കുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ അതാണ് സെഡിമെൻറ്റേഷൻ. When the water along with the dust is removed, അപ്പോൾ വെള്ളം ഈ പൊടീൻ്റെ കൂടെ നമ്മൾ കഴുകി കളയുന്നില്ലേ, അതുപോലെ പൊടീൻ്റെ കൂടെ നമുക്ക് പോവുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒപ്പം പൊടി പോവുകയാണെങ്കിൽ, റിമൂവ് ആവുകയാണെങ്കിൽ അത് ഡീകാൻറ്റേഷൻ.
ഇതിൽ നോക്കുന്ന ഇതിൽ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് സോയിൽ പ്ലസ് വാട്ടർ ആണ്. സെപ്പറേഷൻ ടു കോമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ബൈ സെഡിമെന്റേഷൻ ആൻഡ് ഡീകൻറ്റേഷൻ. അൺഡിസോൾവ് മെറ്റീരിയൽ താഴോട്ട് ഇങ്ങനെ സെഡിമെന്റ് ചെയ്ത് കിടക്കും. ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്മോൾ പാർട്ടിക്കിൾസ് ഒക്കെ വാട്ടറിൻ്റെ കൂടെ പോകും. നെക്സ്റ്റ് ഈസ് ഫിൽട്രേഷൻ. ഓഫ് കോഴ്സ് വി നോ ടീ ലീവ്സ് നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നെടുക്കുന്നില്ലേ, അതിനാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുക. Next one, evaporation. Heating a beaker containing salt water. The process of അതാണ് ആ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. The process of conversion of water into its vapor is called evaporation. നമ്മൾ വെള്ളം ചൂടാക്കി തിളപ്പിക്കുന്ന സമയത്ത് ആവി മുകളിൽ പോകുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. അതായത് വാട്ടറിനെ വേപ്പറായിട്ട് ആവിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. It is evaporation. And condensation എന്താണെന്ന് നോക്കാം. The process of conversion of water vapor into its liquid form is called condensation. ഇപ്പം നമ്മൾ ചൂടാക്കിയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ ക്ലോസ് ചെയ്ത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ലിഡിൻ്റെ ബാക്ക് സൈഡ് വാട്ടർ പാർട്ടിക്കിൾസ് കാണാൻ പറ്റും. അതിനാണ് കണ്ടൻസ്, അതായത് ആ ആവിയാണ് ലിക്വിഡ് വാട്ടർ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ടർ വേപ്പർ ഇൻ ടു ഇറ്റ്സ് ലിക്വിഡ് ഇസ് കോൾഡ് കണ്ടൻസേഷൻ. സാച്ചുറേറ്റഡ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിലൊരു ആക്ടിവിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. You will need a beaker or small pan, a spoon, salt and water. Pour a half cup of water in the beaker. Add 1 teaspoon of salt and stir it well under the salt until the salt dissolves completely. സോൾട്ട് കംപ്ലീറ്റ് ആയി ഡിസോൾവ് ചെയ്യാൻ സ്റ്റിർ ചെയ്ത് കൊടുക്കുക. എഗെയിൻ സോൾട്ട് ഇട്ട് സ്റ്റിർ ചെയ്യുക. പിന്നെയും സോൾട്ട് ഇട്ടിട്ട് 1 teaspoon at a time എന്നിട്ട് സ്റ്റിർ ചെയ്യുക. ആഫ്റ്റർ ആഡിങ് ഫ്യൂ സ്പൂൺസ് ഓഫ് സോൾട്ട്, do you find that some salt remains undissolved and settles at the bottom of the beaker? If yes, this means that no more salt can be dissolved in the amount of water we have taken. നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഇത്ര എമൗണ്ടേ സോൾയുബിൾ ആവുള്ളൂ എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു സാച്ചുറേഷൻ ലിമിറ്റ് കഴിയും. അതിനാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഒരു ലിമിറ്റ് കഴിയുന്ന സമയത്ത് അത് ഡിസോൾവ് ആവുന്നത് സ്റ്റോപ്പ് ആവും. ദ എമൗണ്ട് ഓഫ് വാട്ടർ വി ടേക്കൺ ആ ടൈമിൽ ആ സൊല്യൂഷനെയാണ് നമ്മളിപ്പോൾ സാച്ചുറേഷൻ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കീവേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേർണിങ്, വി സോ ദാറ്റ് കണ്ടൻസേഷൻ, ഡീകാൻറ്റേഷൻ, ഇവാപറേഷൻ, ഫിൽട്രേഷൻ, ഹാൻഡ് പിക്കിംഗ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സെഡിമെന്റേഷൻ, സീവിങ് സൊല്യൂഷൻ, ത്രഷിങ് ആൻഡ് വിനോവിങ്. സമ്മറി സെയിം തിങ് ആണ് സമ്മറിയിൽ പറയുന്നത്. സോ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ചാപ്റ്ററായിട്ട്